ഹലോ ദേ, വെൽക്കം ബാക്ക്. ഇന്നൊരു എക്സ്പെരിമെൻ്റൽ വ്ളോഗാണ്. ഈ ഓൾഡ് ബോക്സിന് ഫോം ക്ലേ വെച്ചിട്ടൊരു മേക്ക് ഓവർ കൊടുത്താലോ? കുറേ നാളായിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ ഈ വിൻറ്റേജ് കേക്ക് തീംഡ് ബോക്സസ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്യാം. എനിക്ക് ഈ ബ്ലൂ ആൻഡ് പിങ്ക് കോംബോ കേക്ക് ഇഷ്ടമായി. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ നോക്കാം. എൻ്റെ ഈ ലൈറ്റ് ബ്ലൂ ക്ലേ കുറച്ച് കുറവായിരുന്നു. സോ ഞാൻ കുറച്ച് ഡാർക്കർ ബ്ലൂവും വൈറ്റും ക്രീമും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ലൈറ്റർ ഷെയ്ഡ് ഓഫ് ബ്ലൂയിലോട്ട് കൊണ്ടുവന്നത്. ഫോം ക്ലേ ഭയങ്കര ഈസിയാണ് ടു വർക്ക് വിത്ത്. നമുക്കതിങ്ങനെ മോൾഡ് ചെയ്യാൻ നല്ല രസമാണ്. ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ടെക്സ്ചറാണ് ഈ ക്ലേക്ക്. ബട്ട് 24 hours എയർ ഡ്രൈ ചെയ്താൽ ഹാർഡാവുകയും ചെയ്യും. ഇപ്പോൾ ഏകദേശം ഒരു നല്ല ലൈറ്റർ ഷെയ്ഡ് ഓഫ് ബ്ലൂയിൽ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 2 ബോൾസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. A smaller bowl for the lid and bigger bowl for the bottom. ക്ലേ നന്നായി സ്മൂത്തൻ ചെയ്തെടുത്തിട്ട് റോൾ ചെയ്യണം. ഇതുകൊണ്ട് നമ്മുടെ ലിഡ് കവർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ലിഡിൻ്റെ സൈസിൽ നമ്മളിത് റോൾ ചെയ്തെടുക്കണം. പിന്നെ ക്ലേ ഈ ലിഡിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാൻ ഞാൻ കുറച്ച് ഗ്ലൂ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റോൾ ചെയ്ത് വച്ചിരിക്കുന്ന ക്ലേ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നൈസായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. എഡ്ജസ് അത്ര ഷേപ്പ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നീട് നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ കവറായി പോയിക്കോളും. ഇനി താഴത്തെ ബോക്സിൻ്റെ ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നീളത്തിൽ റോൾ ചെയ്തെടുക്കാം. ഏകദേശം ഒരു യൂണിഫോം തിക്നെസ്സിന് ഞാനിത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ താഴത്തെ ബോക്സിൻ്റെ ഏകദേശം ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന ക്ലേ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി നമുക്ക് കേക്ക് ബ്യൂട്ടിഫിക്കേഷൻ പരിപാടിയിലോട്ടേക്ക് കടക്കാം. കേക്കിൽ ഐസിങ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫോം ക്ലേ ഇതുപോലെ തിന്നായിട്ട് റോൾ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഐസിങ് പോലെ തോന്നും. എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗോ കേക്ക് മേക്കിംഗ് ആക്സസറീസ് ഒന്നുമില്ല. അപ്പം ഞാൻ ഒരു വിപ്പ് ക്രീം ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഫോം ക്ലേ ഇതുപോലെ ഒരു ടിയർ ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ എടുത്തിട്ട് അതിൽ കുറച്ചിങ്ങനെ വരച്ചു കൊടുത്തു. സോ ഒരു വിപ്പ് ക്രീം ടെക്സ്ചർ കിട്ടും. സോ സംവാട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് വിപ്പ് ക്രീം. എന്നിട്ട് ഇതുപോലെ ബോക്സിൻ്റെ ബേസിലോട്ടേക്ക് ഒട്ടിച്ചു കൊടുക്കും. പിന്നെ വിൻറ്റേജ് കേക്കിലൊക്കെ ഉള്ളതാണല്ലോ ഒരു റോസ്. അപ്പം ഞാനും ഒരു റോസ് ഫോം ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കി. ഇതുപോലെ ക്ലേ റോൾ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു റോസിൻ്റെ ഷേപ്പിലൊക്കെ കിട്ടും. എന്നിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ വട്ടത്തിൽ ഫുള്ള് റോസ് ചെയ്തു. എന്നിട്ട് അതിനെ കുറച്ച് ഇല പോലെ ഡെക്കറേറ്റും ചെയ്തു. ഇനി നമുക്ക് ലിഡിൻ്റെ ഡെക്കറേഷനിലോട്ടേക്ക് പോവാം. ഇനി 2 റോൾ ഓഫ് ക്ലേ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് വേറൊരു തരം വിപ്പ് ക്രീം ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ടത് ലിഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അറ്റ് ദിസ് പോയിന്റ് ഞാൻ എൻ്റെ റെഫറൻസ് പിക്കൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള രീതിയിലായിരുന്നു കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങിയത്. സോ ഞാൻ കുറച്ച് ക്രീം കളറ് ക്ലേ എടുത്തിട്ട് അത് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ക്രീമിൻ്റെ വേറൊരു ടെക്സ്ചർ പോലെ കിട്ടും. അതും ഇതുപോലെ ലിഡിലോട്ടേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഏകദേശം ഒരു ക്രീം ഇരിക്കുന്ന പോലത്തെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്ട്രോബെറി ഉണ്ടാക്കാം. കുറച്ച് റെഡ് ക്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു ചെറിയ സ്ട്രോബെറി ചെയ്തിട്ട് അതിൽ കുറച്ച് ടെക്സ്ചർ ആഡ് ചെയ്തു. എന്നിട്ട് മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ലിഡിൻ്റെ താഴെ ഇതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. ബാക്കി വന്ന ക്ലേ എവിടെയെങ്കിലും യൂസ് ചെയ്യണല്ലോ എന്ന് ഓർത്ത് താഴെ ഞാൻ അത് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു കേക്കിൻ്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ പരിപാടി ചെയ്യാം. ബാക്കി ഉണ്ടായിരുന്ന റോസ് ക്ലേ വെച്ചിട്ട് ലിഡും കൂടെ കവർ ചെയ്ത് കൊടുത്തു. പിന്നെ ലിഡിലും കുറച്ച് റോസസ് ആഡ് ചെയ്ത് കൊടുത്തു.
സോ യാ ആ കേക്ക് ബോക്സ് ഈസ് റെഡി. ഞാൻ ഇതെൻ്റെ ഒരു ജ്വല്ലറി ബോക്സ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ലുക്സ് റിയലി ക്യൂട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റിയലി തന്നെ ഒരു കേക്കിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്കും ട്രൈ ചെയ്യാം ഒരു വേസ്റ്റ് ബോക്സും ഫോം ക്ലേയും കയ്യിലുണ്ടെങ്കിൽ. And please do let me know your thoughts and comments. Thank you for watching. See ya.